എല്ലാവർക്കും മെഡി ഹോമിയോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ദൃശ്യ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഉറങ്ങാൻ സഹായിക്കുന്ന 5 മാർഗങ്ങളെക്കുറിച്ചാണ്. ഉറക്കം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ശരിയായ രീതിയിൽ ഒരു വ്യക്തി ഉറങ്ങിയെങ്കിൽ മാത്രമേ അയാളുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും മെച്ചപ്പെടുത്തി നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനും റിലാക്സ് ചെയ്യാനും റിജുവനേറ്റ് ചെയ്യാനും ഉറക്കം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു 5 എഫക്റ്റീവ് ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ കിടക്കുന്ന സമയവും ഉണരുന്ന സമയവും എല്ലാ ദിവസവും ഒരേപോലെ ആക്കുക. അതായത് ഇപ്പോൾ ഈവനിങ് ഒരു 10 മണിക്ക് കിടക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും 10 മണിക്ക് തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എഴുന്നേൽക്കുന്നതും എല്ലാ ദിവസവും ഇപ്പോൾ 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. സോ ഉറങ്ങുന്നതും ഉണരുന്നതും ഒരു കൃത്യതയോടെ വേണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമിനെ കുറിച്ചാണ്. നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല നിശബ്ദമാണ്. ഉറങ്ങാനായിട്ട് ചെന്ന് കിടക്കുമ്പോൾ മറ്റൊരു ശബ്ദങ്ങളുമില്ല, നിശബ്ദമാണെന്നും അതുപോലെ അത്യാവശ്യത്തിന് ഇരുട്ടുണ്ടെന്നും ഒരു നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു ഇടം ആയിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും ഒന്നുമില്ലാതെ ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെമ്പറേച്ചറിലുള്ളതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബെഡിലേക്ക് നിങ്ങൾ പോയി കിടക്കുന്നതിനും ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഈ ഒരു സ്ക്രീൻ ടൈം ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പെങ്കിലും ഫോൺ താഴെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങുമ്പോഴും ചില ആൾക്കാർക്ക് ഫോൺ കണ്ടു കിടന്നാലേ ഉറക്കം വരുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. ചില ആൾക്കാർക്ക് കുറേ നേരം ഫോൺ നോക്കി കിടന്നിട്ടായിരിക്കും പിന്നെ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. സോ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങണം എന്ന് തോന്നുന്നതിനും അരമണിക്കൂർ മുന്നെങ്കിലും ഒരു ഫോൺ നമ്മൾ മാറ്റി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കഫൈൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മുടെ കോഫി കുടിക്കുക, അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസീസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ശരീരത്തിന് കൃത്യമായിട്ടുള്ള വ്യായാമം കൊടുക്കുക. ശരീരത്തിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ ശരീരം വളരെ ആക്റ്റീവ് ആവുകയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതിപ്പോൾ ഉറക്കം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രവർത്തനമായിക്കോട്ടെ, അതെല്ലാം കൃത്യമായിട്ട് നടക്കാൻ നമ്മുടെ ഈ ഒരു വ്യായാമത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് എല്ലാ ദിവസവും ശരീരത്തിന് വേണ്ട വിധത്തിൽ വ്യായാമം കൊടുക്കുക. ഇനി ഒരുപാട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജോയിൻറ്റ് പെയിൻസോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ, ബോൺ പെയിൻസോ മസിൽ പെയിൻസോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, പല അസുഖങ്ങൾ വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരുപാട് ഹാർഷായിട്ടുള്ള എക്സസൈസസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസം ഒരു അരമണിക്കൂർ നടന്നാൽ മതിയാകും. അതുതന്നെ നല്ലൊരു വ്യായാമമാണ്. സോ ഇങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.